ലോക പരിസ്ഥിതി ദിനം വീണ്ടും എത്തുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് നട്ടുപിടിപ്പിച്ച ചെടികൾ ഇന്ന് വളർന്ന് പന്തലിച്ച് പച്ചത്തുരുത്തായി മാറിയതിന്റെ സന്തോഷത്തിലാണ് ചെറുകുന്നതാവത്തെ ഈഗിൾ ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ. 2018 ജൂൺ 5 പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താവം കാപ്പ് റോഡിന് സമീപം ക്ലബ്ബ് പ്രവർത്തകർ നട്ടുപിടിപ്പിച്ച ചെറുചെടികളാണ് ഇന്ന് തണൽ വിരിച്ച് നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുന്നത്. ഉപ്പുവെള്ളം കെട്ടിക്കിടക്കുന്ന പുഴയോര പ്രദേശമായതിനാൽ ചെടികളെ സംരക്ഷിക്കുക ഏറെ ശ്രമകരമായിരുന്നു. വേനൽക്കാലത്ത് പുറത്തുനിന്ന് ശുദ്ധജലം എത്തിച്ച് നനച്ചും കന്നുകാലികളിൽ നിന്ന് സംരക്ഷിച്ചുമാണ് പ്രവർത്തകർ മരങ്ങളെ വളർത്തിയത്. കൊന്ന, പുളി, മാവ്, പ്ലാവ്, ഞാവൽ, അശോകം, വേപ്പ്, പേരാൽ, പൂമരം, ബദാം തുടങ്ങി വിവിധയിനം വൃക്ഷങ്ങളാണ് ഇന്ന് ഈ പച്ചത്തുരുത്തിൽ തഴച്ചു വളരുന്നത്. പക്ഷികളുടെയും ചെറുജീവികളുടെയും ആവാസ കേന്ദ്രമായി മാറിയ ഈ പ്രദേശം പ്രകൃതി സ്നേഹികൾക്കും വഴിയാത്രക്കാർക്കും ഒരുപോലെ ആശ്വാസമാവുകയാണ്. ക്ലബ്ബ് പ്രസിഡന്റ് പി സന്തോഷിന്റെ നേതൃത്വത്തിലാണ് പരിപാലനം നടന്നത്. ഈഗിൾ ക്ലബ്ബ് ഈ മരങ്ങൾ നട്ട് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു 35 വൃക്ഷത്തൈകൾ നട്ട് അതിനെ സംരക്ഷിച്ച് ഇന്ന് കായ്കനികൾ നമുക്ക് നമ്മുടെ തലമുറക്ക് പോലും അനുഭവിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നമുക്കിതിനെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഇവിടെ ഇപ്പം കല്യാണം ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പിറന്നാളുകൾക്ക് മറ്റ് ദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇവിടത്തേക്ക് വരുന്ന ഒരു സ്ഥിതിവിശേഷം ഈ വൃക്ഷത്തൈകൾ ഈഗിൾ ഇവിടെ നട്ടതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പം നടക്കുന്നുണ്ട്. മരങ്ങൾ നട്ടുപിടിപ്പിച്ച സമയത്ത് വൈദ്യുതി ലൈനുകൾ ഇല്ലാതിരുന്ന പ്രദേശത്ത് പിന്നീട് തെരുവ് വിളക്കുകൾക്കായി വൈദ്യുതി ലൈനുകൾ സ്ഥാപിച്ചത് മരങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അണ്ടർഗ്രൗണ്ട് കേബിൾ സംവിധാനം നടപ്പാക്കിയാൽ മരങ്ങളെ സംരക്ഷിക്കാനും കൂടുതൽ വളർച്ച ഉറപ്പാക്കാനും കഴിയുമെന്ന് പ്രവർത്തകർ പറയുന്നു. ഓരോ പരിസ്ഥിതി ദിനത്തിലും പുതിയ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ നേരത്തെ നട്ട മരങ്ങളെ സംരക്ഷിച്ച് വളർത്തിയെടുക്കുക എന്ന സന്ദേശമാണ് ഈഗിൾ ക്ലബ്ബ് പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. 8 വർഷത്തിനിടെ വളർന്ന ഈ പച്ചത്തുരുത്ത് പരിസ്ഥിതി സംരക്ഷണത്തിന് മാതൃകയായ ഒരു ജനകീയ ഇടപെടലായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.